പൂരപ്പറമ്പിലെത്തിയ കുട്ടികളെ പോലെയാണ് അല്ലേ? ചെകുത്താന്റെ കൊമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പി വാങ്ങിയിട്ടുണ്ട് അല്ലേ? മാരക പർച്ചേസ് നമ്മളല്ലേ. അതായത് പൂരപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്ട്രീം പൂരപ്പറമ്പ്. നമ്മൾ ഈ അക്ഷയ കോഴിക്കോട്ടുകാരിയാണ്, ഞാനും കോഴിക്കോട്ടുകാരാണ്. നമുക്ക് നാട്ടിൽ തെറമഹോത്സവമാണ് അല്ലെ? അവിടെ തെറമഹോത്സവം ചെന്നാൽ ഇതേപോലത്തെയാണ് കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അയവിറക്കി പെട്ടെന്ന് ഓർമ്മ. ഈ ചെണ്ടക്കൊട്ട് കേൾക്കുമ്പോൾ അമ്മ ചെറുപ്പത്തിൽ പറയായിരുന്നു, ഈ ചെണ്ടപ്പുറത്ത് കോല് വീണ് അവിടെ ചെന്ന് ഓടിയെത്തും, പിന്നെ അതിന് അത് വീട്ടിൽ കയറില്ല. അത് നമ്മുടെ രീതി, അത് പൊരി വാങ്ങുക, ചോക്ക് മിഠായി വാങ്ങുക. അപ്പോൾ അതിൻ്റെ ഒരു പഴയൊരു വേറെ ആംബിയൻസിൽ വരാൻ പറ്റി. പിന്നെ കുറേ കാലം പഠനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ ജോലിയായി തിരക്കായി. പിന്നെ ഉത്സവം എല്ലാം എല്ലാം തീർന്നായിരുന്നു. പിന്നെ അത് ഇപ്പോൾ വീണ്ടും ഒരു ഉത്സവപ്പറമ്പിൽ എത്തിയപ്പോൾ അതിൻ്റെ ആവേശം. കൊമ്പങ്ങനെ ഉണ്ട്, കൊള്ളാവോ? കൊമ്പ് കൊള്ളാവുന്ന കൊമ്പാണ്, പക്ഷേ കൊമ്പും ബിപിയൊക്കെ തിരിച്ചു കൊടുക്കണം. ഇത് ഇവിടെ കുറെ പൂരം ഉത്സവങ്ങൾക്ക് പറയുന്നത് കുറെ കച്ചവടക്കാരുടെ ഒക്കെ സ്ഥലം കൂടിയാണല്ലോ. അപ്പം പയ്യനെ പരിചയപ്പെടുത്തല്ലേ? ഗോരഖ്പൂർ ജില്ലയിലാണ് കേട്ടോ അല്ലേ? നമ്മള് ഗോരഖ്പൂർ കേട്ടത് കഫീർ ഖാൻ എന്ന ഡോക്ടർ പേരിലായിരുന്നു. കോഴിക്കോടാണോ? കോഴിക്കോട് എവിടെ? വലിയങ്ങാടി. അപ്പൊ പോട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും പൂരത്തിന്റെ ആവേശം അതീ കൊടിമുടി എത്തി എന്ന് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും. മുൻ വർഷങ്ങളിൽ നോക്കുമ്പോൾ നിലവിൽ എന്തായാലും സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട വിഷയം തന്നെയല്ലേ? കാരണം നിരവധി പേരുടെ പങ്കാളിത്തം. അയ്യോ അല്ല, എങ്ങോട്ടാണാവോ? ഒന്ന് ഇവിടെ വാ. ഇത് പരിചയക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങോട്ടായിരുന്നു യാത്ര? ഒരു ഐസ്ക്രീം കഴിക്കാൻ രാത്രിയല്ലേ? നമ്മള് പട്ടിണി. ഒരു പാട്ട് പാടിയാലോ? ഒരു പാട്ട് രാവിലെ തൊട്ട് ഇറങ്ങും. എന്നിട്ട് ആരെ കണ്ടാലും ചോദിക്കും പേരെന്നാ പാട്ടെന്ന്. പാട്ട് പാടാ. നിന്റെ ഫസ്റ്റ് പൂരല്ലേ? അല്ലേ? അല്ല, ഞാൻ പൂരം കാണാൻ വന്നിട്ടുണ്ട്. കോളേജ് പഠിക്കുന്ന സമയത്ത് കാണാൻ വന്നിട്ടുണ്ട്. റിപ്പോർട്ടിങ് ആദ്യമായിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ വൈബ് എങ്ങനെ മൊത്തമായിട്ട്? വൈബ് പൊളിയാ, പൊളി വൈബ്. നാളത്തെ ഒരു ചടങ്ങ് രീതി ഒന്ന് പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും? ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? അങ്ങനെ കേൾക്കണം. ഒറ്റ വാക്ക് പറയാൻ പറ്റുമോ? എവിടെ നോക്കിയാലും പൂരം. എല്ലാരും ഉണ്ട് കേട്ടോ, 3 വാക്കുണ്ട്. പക്ഷെ ആ കാര്യമില്ല, നമ്മൾ ഇത്രയും ഷോർട്ടാക്കി. ഈ തൃശ്ശൂർക്കാരെ പോലെ ഷോർട്ടാക്കുന്ന ഒരു ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും? കിട്ടില്ല. കുട്ടികളൊക്കെ ഉണ്ട്, നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോവാം അല്ലേ? നമ്മൾ എവിടുന്ന മക്കളെ? നല്ല ബോളിംഗ് ആണല്ലോ അല്ലേ? ഒരു പാട്ട് പാടിയാൽ എല്ലാവരും കൂടെ പാട്ട് പാടിക്കോ. പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തരിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നുമിന്നും നീ പുണർന്നൊരി താരകം. അടിപൊളി. ഇവിടെ അല്ല, പ്രായമായവരൊക്കെ സമ്മാനം. ഇത് ഇരുട്ടുള്ളിടത്ത് വെളിച്ചത്തിന് വേണ്ടിയായിരിക്കണം. പാട്ടുകാരനല്ലേ? നമ്മളെ പ്രായമായവരൊക്കെ അടിപൊളി വൈബ് പാട്ട് പാടുന്നേ. അവനൊരു മൂഡ് സോങ് അല്ലേ? അടിപൊളി. എന്തായാലും താങ്ക്സ്. ഞങ്ങള് യുവാക്കൾ അങ്ങനെയാണ്. അതെ.